ഫ്ലിപ്കാർട്ടിനെ വെട്ടിച്ച് ഡെലിവറി ജീവനക്കാർ 1.61 കോടി രൂപയുടെ 332 ഫോണുകൾ മോഷ്ടിച്ചു. 4 ഡെലിവറി ഹബ് ഇൻചാർജുമാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫ്ലിപ്കാർട്ടിന്റെ പരാതിയിലാണ് ആലുവ സൈബർ പോലീസ് ഇങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഗിൻ ചെയ്യുന്നുണ്ട്. രാഗിൻ, ഏത് തരത്തിലാണ് ഈ ഒരു തട്ടിപ്പ്, ഫ്ലിപ്കാർട്ടിനെ വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു തട്ടിപ്പ്, ഫോൺ തട്ടിയെടുക്കൽ നടന്നത്? ഫ്ലിപ്കാർട്ട് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസറാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ കീഴിൽ ഡയറക്റ്റ് ഡെലിവറി ഹബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡയറക്റ്റ് ഡെലിവറി ഹബ്ബ് എന്ന് പറയുന്നത് കാർട്ട് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. അതിലെ ഡെലിവറി ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. 4 പേർക്കെതിരെയാണ് കേസ്. ഒന്ന് സിദ്ദിഖ്, ജാസിം, ഹാരിസ്, മാഹിൻ, ഈ 4 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി, ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നത് FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അതായത് പല നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ മേൽവിലാസങ്ങൾ വഴി ഫോണുകൾ ബുക്ക് ചെയ്യുകയാണ് ഇവർ ആദ്യം ചെയ്തത്. അങ്ങനെ ഫോണുകൾ ബുക്ക് ചെയ്ത് ഫോണുകൾ എത്തിച്ച ശേഷം ഇത് ഈ ഡെലിവറി ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടതായി കാണിച്ചുകൊണ്ട് ഇവർ തന്നെ ഈ ഫോണുകൾ കൈക്കലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ FIR-ൽ പറയുന്നത്. എന്തായാലും ഈ 4 പേർക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 332 ഫോണുകൾ, വില കൂടിയ ഫോണുകളാണ് പലതും. അങ്ങനെ 332 ഫോണുകളാണ് ഇവർ കൈക്കലാക്കിയതായി വ്യക്തമായിട്ടുള്ളത്. ഇതോടൊപ്പം ഏകദേശം 1,61,19,1,61,00,000-ലധികം രൂപയുടെ മൂല്യം വരുന്ന ഫോണുകളാണ് ഇവ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നതായി ബോധ്യമായിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം എറണാകുളം സൈബർ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 പേരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡിയായി വ്യക്തമായിട്ടുള്ളത്. ശരി, ഫ്ലിപ്കാർട്ടിനെ വെട്ടിച്ച് ഡെലിവറി ജീവനക്കാരാണ് 1.61 കോടി രൂപ, 1,61,00,000 രൂപയുടെ 332 ഫോണുകൾ മോഷ്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം തുടങ്ങിയിരിക്കുന്ന രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.